ഇന്ത്യയിലൊരു വെൽഡർ, ഇന്ത്യനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്, ഇന്ത്യയിലൊരു വെൽഡർ മെട്രിക് ട്രേഡാണ്. IT-കളുടെ മെട്രിക് ട്രേഡാണ് വെൽഡർ. ഈ വെൽഡർക്ക്, വെൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു വലിയ മേഖലയാണ്. വെറുതെ ചുമ്മാ ഒരു വെൽഡ് ചെയ്യുന്ന മേഖലയല്ല, ഒരുപാട് വലിയ മേഖലയാണ്. CNC വെൽഡിംഗ് വരെ, അഡ്വാൻസ്ഡ് വെൽഡിംഗ് വരെ ഉണ്ട്. ഈ വെൽഡറായിട്ട് ഒരാൾ പാസ്സായിട്ട് ഓസ്ട്രേലിയയിൽ സ്കിൽ അസസ്മെൻ്റ് എടുത്തിട്ട് സ്കിൽ അസസ്മെൻറ്റ് ചെയ്ത് ഓസ്ട്രേലിയയിൽ എത്തിപ്പെട്ടാൽ, സ്കിൽ അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ആൾക്കാരെടുത്ത് വേണം, ടെക്നിക്കലായിട്ട് ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് വേണം സ്കിൽ അസസ് ചെയ്യാനായിട്ട്. അങ്ങനെ സ്കിൽ അസസ് ചെയ്ത് ഓസ്ട്രേലിയയിൽ എത്തിപ്പെട്ടാൽ വെൽഡറിന് ഒരുപാട് സാധ്യതകൾ വെൽഡറിനുണ്ട്. വളരെ ഈസി ആയിട്ട് അവിടെ ജോലി കണ്ടെത്താൻ പറ്റും. കാരണം മിക്കവാറും എല്ലാ എൻജിനീയറിങ് കമ്പനികളിലും മെയിൻ്റനൻസ് ഉണ്ട്. ആ മെയിൻ്റനൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വെൽഡർ മസ്റ്റാണ്. അതുപോലെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്, അതുപോലെ തന്നെ ബോട്ട് ബിൽഡിങ്, ഈ ബോട്ടുകളിൽ ബിൽഡിങ്, അങ്ങനെ എല്ലാ മേഖലകളിലും വെൽഡറിൻ്റെ, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വെൽഡറിൻ്റെ ഉപയോഗമില്ലാത്തൊരു ഫീൽഡ് തന്നെ ഇല്ലെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അത്രയും ജോലി സാധ്യതകൾ ഓസ്ട്രേലിയയിൽ വെൽഡിങ്ങിനുണ്ട്. പക്ഷേ ഈ വെൽഡർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ എന്നെ കേൾക്കുന്ന വെൽഡർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ട്രൈ ചെയ്തിട്ട് IELTS ഒന്ന് പാസ്സായി അപ്ലൈ ചെയ്ത് അവിടെ എത്തിപ്പെടാൻ പറ്റിയാൽ അവൻ നല്ല രീതിയിൽ അവൻ്റെ ലൈഫ് അവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്ന് ജോലി കണ്ടുപിടിക്കാനും പറ്റും.